ദാസ നിനക്കിന്ന് പണിയൊന്നും ഉണ്ടായില്ലേ? പണിയൊന്നുമില്ല ആശാനെ. ആഴ്ചയിൽ 2 പണി കിട്ടിയാലായി. ആ അത് ശരി, അത്രയും കിട്ടണ്ടല്ലോ. ഇവനെന്ത് പറ്റിയത്? പീയൂഷേ നിനക്ക് എന്താ പറ്റിയടത്? നിന്റെ ചിരിയറുമ്പോ പൊട്ടിപ്പോയാ? അതൊന്നല്ല. പിന്നെ എന്തുണ്ടല്ലോ, നീ ഇന്നലെ വല്ല കോമഡി സിനിമയ്ക്ക് പോയാ? എന്തിന്? സിനിമക്കാരുടെ വീട്ടിലേക്ക് വരില്ലേ? സിനിമ വീട്ടിലേക്ക് വരുന്നോ? ഇവനെന്ത് പറ്റിയുണ്ട് കേട്ടാ? ഇന്നലെ തെക്കിനിയിലെ താക്കോലെടുക്കാൻ ഒറ്റയ്ക്ക് ഞാൻ പോയാ പീയൂഷേ? അതല്ല, സിനിമ OTT വന്ന കാര്യം പറഞ്ഞത്. ആ അത് ശരിയാ. സിനിമ ഇറങ്ങി 1 മാസം കഴിയുമ്പോഴേക്കും OTT വരുന്നുണ്ട്. നമ്മുടെ പീയൂഷിനെ എല്ലാ കാര്യങ്ങളും അറിയാലോ. പിന്നെ ആളൊരു സംഭവം അല്ലേ. ഞാൻ ഇന്നലെ വീട്ടിൽ നേരത്തെ എത്തി. എന്നിട്ടാ ഞാൻ വാർത്താ ചാനലിലെ ന്യൂസും ആ ചർച്ച കണ്ടിരുന്നു. അതിനാണ് അത്രയും ചിരിച്ചത്. എന്റെ പൊന്നാശേ, അത് ഈ കോമഡി പരിപാടിയേക്കാളും സൂപ്പർ അല്ലേ? ആ അത് ശരിയാ. ഈ ചർച്ചകൾ കാണുമ്പോഴേ ശരിക്കും ചിരി വരാറുണ്ട്. എന്താ ശരിക്കും തമാശ തന്നെ. അതെ അതെ, ചിലപ്പോ അത് മൊത്തം കോമഡി ആവാറുണ്ട്. ഓ അതിനാണ് ചിരിച്ചെങ്കിൽ ഒന്നും പറയാനില്ല. ആ നേരത്തെ അവരുടെ ഒച്ചയും ബഹളവും അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തോന്നേ ഇതിപ്പോ അടിയാവുന്നു. അതൊക്കെ ചർച്ചയിലല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ അവരൊന്നായി. ഇടയ്ക്ക് അവര് തന്തയ്ക്ക് വിളി വരെയുണ്ട്. ഈ ചാനൽ ചർച്ചകളിലെ അതാത് ദിവസത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് അവർ ചർച്ചയ്ക്ക് എടുക്കുന്നത്, അല്ലേ? അതെ, ചൂടുള്ള വിഷയങ്ങൾ കാണാനാണല്ലോ പ്രേക്ഷകർക്ക് താല്പര്യം. വിഷയങ്ങളുടെ പ്രാധാന്യം അനുസരിച്ച് ദിവസങ്ങളോളം നീണ്ടുപോകാറുണ്ട് ചില ചർച്ചകൾ. ആ അതെ അതെ, ചില ചർച്ചകൾ 4-5 ദിവസം നീണ്ടുപോകും. ചൂടാറിക്കഴിഞ്ഞാലേ ഈ വിഷയങ്ങളിൽ പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ അറിയാറുണ്ടോ? അതെങ്ങനെ അറിയാനാ? അടുത്ത ദിവസം പുതിയ വിഷയങ്ങളുടെ പിന്നാലെ എല്ലാവരും. ഓരോ വിഷയങ്ങളുടെയും തുടക്കം കാണിക്കാനും ചർച്ച ചെയ്യാനും തയ്യാറാവുന്ന ഈ മാധ്യമങ്ങൾ ഒരു 5 മിനിറ്റെങ്കിലും ആ പ്രൈം ടൈമിൽ ആ വിഷയത്തിന് എന്ത് സംഭവിച്ചു എന്ന് കാണിക്കാനും കൂടി തയ്യാറാവണ്ടേ? പിന്നീട് മനസ്സിലായില്ലല്ലോ. ഞാൻ പറയാം. ചിലപ്പോൾ നിരപരാധിയായ ഒരു വ്യക്തിയെക്കുറിച്ചായിരിക്കും ഈ ചാനലുകാർ ചർച്ച ചെയ്യണതും കുറ്റക്കാരനായിട്ട് ചിത്രീകരിക്കുന്നതും. പിന്നീട് അവൻ കുറേ വർഷങ്ങൾക്ക് ശേഷമോ അല്ലെങ്കിൽ മാസങ്ങൾക്ക് ശേഷമോ നിരപരാധിയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ അവനെ കേൾക്കാൻ ആളുണ്ടാവില്ല. ആ അത് ശരിയാ. സത്യം ഒരു തവണ കറങ്ങി വരുമ്പോഴേക്കും നുണ 1000 വട്ടം കറങ്ങി വരും എന്നുള്ള പഴഞ്ചൊല്ല് പറയണേ. മുൻപ് നടന്ന വിഷയങ്ങളുടെ നിലവിലെ അവസ്ഥ പ്രൈം ടൈമിൽ 5 മിനിറ്റ് സംസാരിച്ചാൽ ജനങ്ങൾക്ക് മനസ്സിലാവൂലോ. അതെ അതെ, അത് നല്ലതാ. 5-6 ദിവസം വരെ പ്രൈം ടൈമിൽ ഒരേ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യണ ഈ മാധ്യമങ്ങൾ ആ വിഷയത്തിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളതും ഇതേ പ്രൈം ടൈമിൽ തന്നെ വിശദമാക്കേണ്ടതല്ലേ? അല്ലാതെ അധികാരം കാണാത്ത സമയത്ത് ആ വിഷയത്തെ കുറിച്ച് കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്.